അവേക്കനിങ് 25 അഥവാ ഉണർവ് 2025 എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ മാസം 14-ാം തീയതി അല്ലെങ്കിൽ മറ്റന്നാൾ വാഗമണ്ണിൽ വെച്ച് നടക്കുന്നത്. ഫേസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷത്തിലൊക്കെ 27 വർഷം പിന്നിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം. ഈരാറ്റുപേട്ടയുടെ സാംസ്കാരിക മേഖലയിൽ വളരെ സുദീർഘമായ ധാരാളം പ്രവർത്തനങ്ങൾ ഇതിനോടകം ഫേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് കാൽനൂറ്റാണ്ട് പിന്നിട്ട സാംസ്കാരിക മുന്നേറ്റം എന്നതാണ്. അവേക്കനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉണർവ്, അംഗങ്ങൾക്കിടയിലുള്ള കൂടുതൽ പ്രവർത്തനക്ഷമരാക്കുക എന്ന നിലയിലും, അതുപോലെ തന്നെ പുതിയ സാംസ്കാരിക ഈരാറ്റുപേട്ടയുടെ കലാ സാംസ്കാരിക സാഹിത്യ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ സാംസ്കാരിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഫേസിന്റെ ഭാഗമായിട്ട് മാറണം. നിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യവും ഒക്കെ ഞങ്ങൾ ഉറപ്പുവരുത്തും. അപ്പോൾ നിങ്ങളും ഈ ഫേസിന്റെ ഭാഗമായിട്ട് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ, 10 മണിക്ക് ഉദ്ഘാടന സെഷൻ, 11 മണി മുതൽ 1 മണി വരെയുള്ള ലീഡേഴ്സ് ക്യാമ്പാണ്. അതായത് ലീഡേഴ്സ് നേതൃ പരിശീലന ക്യാമ്പാണ് നടക്കുന്നത്. 1 മണിക്ക് ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് അടുത്ത സെഷൻ സാഹിത്യ ശില്പശാലയാണ്. 2 മണി മുതൽ 4 മണി വരെയുള്ള പരിപാടി. പിന്നെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, ഗ്രന്ഥകാരന്മാരെ പരിചയപ്പെടുത്തുക. ഗ്രന്ഥകാരന്മാരൊക്കെ ധാരാളം പേര് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു അവാർഡ് ദാനം കൂടിയുണ്ട്. അവാർഡ് ദാനവുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യവേദിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്, അദ്ദേഹം സംസാരിക്കും. വൈകുന്നേരം മെഹഫിൽ രാവോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കും എന്നുള്ളതാണ്. ഫേസ് കാൽനൂറ്റാണ്ട് പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ആ സമയത്ത് 2 വർഷം മുമ്പാണ് ഫേസിന്റെ കീഴിൽ സാഹിത്യ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഈരാറ്റുപേട്ടയിലെ പരിസര പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനും അവരുടെ സൃഷ്ടികൾ പരിചയപ്പെടുത്തുന്നതിനൊക്കെയായി ഫേസ് സാഹിത്യവേദി എന്ന രൂപത്തിൽ ഒരു വിഭാഗം തുടങ്ങുകയും നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം പുതിയ എഴുത്തുകാരെ ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ഈ വർഷത്തെ ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് തന്നെ 2025 കാലത്ത് ഫേസിൽ നിന്നും ഒരു പുതിയ ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. വരും വർഷങ്ങളിലും കൊടുക്കത്തക്ക രീതിയിൽ ഈ വർഷം മുതൽ മികച്ച സാഹിത്യ സൃഷ്ടിക്കുള്ള ഒരു അവാർഡ് ഈ വർഷം പ്രഖ്യാപിക്കുന്നു. 10,001 രൂപയും പ്രശംസി പത്രവും അതോടൊപ്പം തന്നെ അവർക്കുള്ള മെമ്മന്റോയിൽ ഉൾപ്പെടുന്ന ഒരു അവാർഡാണ് ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫേസിന്റെ തന്നെ സാഹിത്യവേദി അംഗവും പ്രശസ്ത എഴുത്തുകാരനുമായ ഹമീദ് മാഷ് പറപ്പൂര് എന്നയാളുടെ ഇച്ചിരിപ്പറമ്പന്റെ കഥ എന്റെയും എന്ന ഒരു നോവലിനാണ് ഈ വർഷം അവാർഡ് നൽകുന്നത്. ഈ വർഷം മികച്ച കൃതിയായി ഈ ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരായ തോമസ് തന്നാട്, ജാഫർ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ളവരായിരുന്നു ഇതിലെ ജൂറി അംഗങ്ങൾ. ഈ വർഷം പ്രഥമ അവാർഡ് എന്ന നിലയ്ക്കാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. വരും വർഷങ്ങളിലും കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർക്ക് ഈ അവാർഡ് തുടർന്നും നൽകും. ഇച്ചിരിപ്പറമ്പന്റെ കഥ എന്റെയും കഥ എന്ന കഥയ്ക്കാണ് ഈ വർഷത്തെ അവാർഡ്. അദ്ദേഹം ഈ കേരളത്തിലെ തന്നെ വിവിധ സാഹിത്യ സൃഷ്ടികൾക്കുള്ള അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം നാളെ കഴിഞ്ഞ് അവാർഡ് ഏറ്റുവാങ്ങാൻ വാഗമണ്ണിലെത്തും. ഈ വർഷം മുതൽ തുടർച്ചയായി ഈ ഇത്തരം അവാർഡുകൾ ഏർപ്പെടുത്താനും കൂടെ ഫേസിന്റെ സാഹിത്യവേദി ആഗ്രഹിക്കുന്നു എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബഹുമാനായ ഫേസിന്റെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫേസ് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രതിഭകളെ കണ്ടെത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം കലാസാംസ്കാരിക രംഗത്ത് നടത്താനാണ് ഫേസ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായാണ് വിവിധങ്ങളായ പരിപാടികൾ ഫേസിനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 14-ാം തീയതി മറ്റന്നാൾ നടക്കുന്ന
എബേക്കിനിങ് പരിപാടിയും അതുദ്ദേശിച്ച് തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം പരിപാടികളിലൊക്കെ നമ്മുടെ സമൂഹത്തിലെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ പങ്കെടുപ്പിക്കുക എന്നൊരു ലക്ഷ്യവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും കല മാത്രമല്ല, സാഹിത്യം മാത്രമല്ല, മറ്റു മേഖലകളിലും, സേവന സന്നദ്ധ മേഖലകളിലെല്ലാം ഫേസിന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. സാംശനുമായി ബഹുമാനപ്പെട്ട നമ്മുടെ ട്രഷറർ ഇവിടെ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഫൈൻ ആർട്സ് ക്ലബ് ഈരാറ്റുപേട്ട എന്ന ഫേസ് നടത്തുന്ന എവേക്കനിങ് 25 എന്ന ഏകദിന ക്യാമ്പിനെ കുറിച്ച് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും ഡയറക്ടറും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴും ഫേസ് അവകാശപ്പെടുന്നത് പോലെ തന്നെ കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ പരിപാടികളാണ് ഫേസ് എന്നും സംഘടിപ്പിക്കാറുള്ളത്. ഇതും ഒട്ടും വ്യത്യസ്തമല്ല. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഒരു നേതൃപരിശീലന സെഷനാണ് ഈ എവേക്കനിങ് 25ന്റെ ആദ്യത്തെ സെഷനായി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കലയും സാഹിത്യത്തെയും നെഞ്ചിലേറ്റിയവർക്ക് ഉച്ചകഴിഞ്ഞ സാഹിത്യ ശില്പശാലയുണ്ട്. സംഗീത പ്രേമികൾക്കായിട്ട് രാത്രി മെഹഫിൽ നൈറ്റ്. ഈരാറ്റുപേട്ടയിലെ എല്ലാ സഹൃദയരായ ജനങ്ങളെയും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഡയറക്ടർ സക്കീർ താബി, ജനറൽ സെക്രട്ടറി ഹാഷിം ലബ്ബ, ഫേസിന്റെ ട്രഷറർ തസ്നീം കെ മുഹമ്മദ്, സാഹിത്യവേദി ജനറൽ സെക്രട്ടറി PPM നൌഷാദ്, ഞാൻ ഫേസിന്റെ പ്രസിഡന്റ്.